ആ ഒരു സാഹചര്യം ആർക്കും സഹിക്കാൻ പാടാത്ത ഒരു സാഹചര്യമാണ്. സഹിക്കാൻ പറ്റുന്നത് ഒത്തിരി പടപൊരുതിയ ഒരു ധീരവനിതയെന്ന് വേണം പറയാം. ഒത്തിരി കഷ്ടതയും കൂടെ അല്ലേ ജീവിച്ചതും, അതുകൊണ്ടങ്ങ് നമുക്കങ്ങ് മനപ്രയാസം. ഭർത്താവൊക്കെ ആയിട്ട് ഇല്ല, അതൊക്കെ ഒഴിഞ്ഞതാണ്. ആണല്ലേ? ബന്ധമൊക്കെ ഒഴിഞ്ഞു. അവന് ഒരുപാട് കാണാത്ത ആയതാണോ? ഒരുപാട് നാളായതാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 2 വർഷം കണ്ടായെന്ന് തോന്നുന്നു. 2 വർഷമായതുള്ളൂ, അത്രേ ഉള്ളൂ. ഇവിടെ പ്രൈവറ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ ഇവിടുന്ന് ലീവ് എടുത്തിട്ട് മസ്കറ്റിൽ പോയി. മസ്കറ്റിലെ ജോലി അവിടെ വെച്ച് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് UK പോയത്. അവിടുന്ന് വീട്ടിലെ ചെറിയ പ്രശ്നങ്ങളും ജോലിയുടെ പ്രശ്നമായിട്ടൊക്കെ തിരിച്ച് വന്നതാണ്. അപ്പം ജോലിയുടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്നിട്ട് 4 ദിവസം അവധിക്ക് വന്നിട്ട് തിരിച്ചു പോയപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ടിക്കറ്റ് എടുത്ത അഹമ്മദാബാദ് വഴിയുള്ള ടിക്കറ്റായിരുന്നു. അങ്ങനെ അഹമ്മദാബാദിൽ ചെന്ന് ഇങ്ങനെ സംഭവിച്ചു. അല്ല, അവളെല്ലാവരുമായിട്ടും നല്ല, ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളാണ്. എല്ലാവരുമായിട്ടും നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ല നാടിനും എല്ലാം എല്ലാ ദൈവീയ ഭക്തിയും എല്ലാം ഉള്ള കുട്ടിയായിരുന്നു. സ്വന്തമായിട്ട് വീട് വെച്ച് അതിനെ പൂർത്തീകരിച്ചില്ല. അതിൻ്റെ ക്രമീകരണത്തിന് വേണ്ടിയാണ് UK പോയതൊക്കെ. അങ്ങനെ 2 കുട്ടികൾ അമ്മയായിരുന്നു, അവിടെ അമ്മയായിരുന്നു കുട്ടികളെയൊക്കെ നോക്കി. പക്ഷേ 2 സഹോദരങ്ങളുണ്ട്. അവർ ഇവിടെ അല്ല താമസിക്കുന്നത്, അവർ വേറെ വീട് വെച്ച് അപ്പുറത്ത്. അവെല്ലാം അവളെ സ്വന്തമാക്കി, അങ്ങനെമാർക്കെല്ലാം പൈസ കൊടുത്ത് എല്ലാം അവളെ സ്വന്തമാക്കി. ഭർത്താവൊക്കെ ആയിട്ട് ഇല്ല, അതൊക്കെ ഒഴിഞ്ഞതാണ്. ആണല്ലേ? ബന്ധമൊക്കെ ഒഴിഞ്ഞു. അവന് ഒരുപാട് കാണാത്ത ആയതാണോ? ഒരുപാട് നാളായതാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 2 വർഷം കണ്ടായെന്ന് തോന്നുന്നു. 2 വർഷമായതുള്ളൂ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിനൊക്കെ പോരാടി എല്ലാം തരണം ചെയ്തോളാം. മിടിക്കെന്ന് പറഞ്ഞാൽ അവർ 3 പേരും, ആങ്ങളെയും പെങ്ങന്മാരും എല്ലാം അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒത്തിരി കഷ്ടപ്പാടി വന്നവരായതിൻ്റെ അവൻ്റെ രീതിയിൽ കൂടെ ജീവിച്ചു. അവൾക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് പൊരുതിയ ഒരു ധീരവനിതയാണ്. ആ ധീരവനിത കേരളത്തിന് മൊത്തം ദുഃഖ സാഹചര്യമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദുഃഖം ഒരിക്കലും മാറത്തില്ല. കാരണം അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് പാടുപെട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ആ ഒരു സാഹചര്യം ആർക്കും സഹിക്കാൻ പാടാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങൾ റാന്നിയിൽ നിന്ന് വന്നതാണ്, കാണാനായിട്ട് വന്നതാണ്. സഹിക്കാൻ പറ്റുന്നത് ഒത്തിരി പടപൊരുതിയ ഒരു ധീരവനിതയെന്ന് വേണം പറയാം. ഒത്തിരി കഷ്ടതയും കൂടെ അല്ലേ ജീവിച്ചതും, അതുകൊണ്ടങ്ങ് നമുക്കങ്ങ് മനപ്രയാസം. അതിനെ ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് കാണാനായിട്ട്. കഷ്ടം സഹിക്കാൻ വയ്യ, കുഞ്ഞുങ്ങളെ അനാഥരായി പോയി. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ രഞ്ജിതയായിട്ട് എനിക്കറിയാം. കാരണം തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ട്രൂപ്പിൽ ഈ രഞ്ജിതയുടെ ആങ്ങള രഞ്ജിത്ത് എൻ്റെ ട്രൂപ്പിൽ ആർട്ടിസ്റ്റായിരുന്നു, കൊച്ചി സ്റ്റേജ് ഇന്ത്യ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ. അപ്പോൾ ട്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾക്കും പ്രോഗ്രാം വരുമ്പോൾ ഞങ്ങളിവിടെ വന്നാണ് തങ്ങുന്നത്, ആർട്ടിസ്റ്റുകളൊക്കെ. അപ്പോൾ അന്ന് രഞ്ജിത തീരെ കുഞ്ഞാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമത്തില്ല. കാര്യം വരുന്നതുകൊണ്ടല്ല, നമ്മൾ തീരെ കുഞ്ഞിലെ എന്തോ അതൊരു സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ മകളെപ്പോലെ കണ്ടിരുന്ന ഒരു കുഞ്ഞ് ഇങ്ങനൊരു അത്യാഹിതം സംഭവിക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിന്ന് വളരെ അത്യാവശ്യം ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് പോലും ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് കരുതി തന്നെയാണ് പുന്നപ്രയിൽ ഇവിടെ വന്നത്. ഒരു വിഷമമുണ്ട് ആ കുടുംബാംഗങ്ങളോടൊപ്പം. എന്താ പറയേണ്ടത്, നമ്മുടെ വീട്ടിലൊരു അംഗം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞനുജത്തി ഏർപ്പെട്ട അതേ ദുഃഖം തന്നെയാണ് ഇന്നത്തെ ദിവസം. ഇന്നത്തെ അല്ല, ആ ദിവസം മുതൽ മാനസികമായിട്ട് അവരോടൊപ്പം തന്നെ രഞ്ജിത്തിനെയും അനുജനെയും ഒക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ അവർ ജ്യേഷ്ഠാനുജൻ ആ കുടുംബത്തിലൊരു അംഗം എന്ന നിലയിൽ ഒത്തിരി ദുഃഖമുണ്ട്.